ഒരാഗ്രഹത്തിന് ഇതെടുക്കുന്നവർ നമ്മുടെ മണി ബാക്കപ്പ് കൂടെ നോക്കിയിട്ട് എടുക്കാവും. ഈ പൈസക്ക് സാധനം കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല, ഇതിനെ കൊണ്ടു നടക്കാനും കുറച്ചൊരു പൈസ അല്ലേ, അതുകൂടി കണക്കാക്കാം. ഇപ്പൊ ചൂടൊപ്പം പോലെ വിറ്റഴിയുന്ന ഒരു മോഡലാണ് അല്ലേ. നമ്മളിപ്പോ നിങ്ങളൊരു യൂട്യൂബിൽ ചെയ്യാതെ തന്നെ ഒരുപാട് വണ്ടികൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. 2014 വരെ വേറൊരു മോഡലിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു, അതായത് വളരെ വ്യത്യാസമായിട്ട് കണ്ടാലൊരു ഒരു ബന്ധമില്ലാത്ത രൂപത്തിൽ മൊത്തം മാറ്റിയിട്ട് കമ്പനി പുതിയത് ഇറക്കിയതാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അജ്മൽ ഭായിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് വീണ്ടും. റാസിക്കാസ് അല്ലേ? ഓക്കെ, റാസിക്കാസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു. മുന്നേ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, വീട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റിലൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ. ഇപ്പോൾ ഷെഡൊക്കെ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മൊത്തത്തിൽ ഇവിടെ തന്നെ യാർഡ് ഫുള്ള് സെറ്റ് ചെയ്തു അല്ലേ. കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളെ ഭയങ്കര എഫേർട്ടാണ് അന്നത്തെ ദിവസം. അതെ അതെ അതെ, മൊത്തം വണ്ടി എടുത്ത് അങ്ങോട്ടും കൊണ്ട് 10-20 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ തന്നെ പ്രയാസമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള കച്ചവടമാണ്, അവരുടെ വിശ്വാസത എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കിന്ന് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ടോ? പ്രീമിയത്തിൽ 2-3 വണ്ടികൾ നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത്. കുറച്ച് വില കൂടിയ വണ്ടികളുണ്ട്, പക്ഷേ അത് ഓഫറിലാണ്. ഓഫറിലാണ് കൊടുക്കുന്നത്. ഡൽഹിയിലത്തെ പ്രൈസിന് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, 2 വണ്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേ വണ്ടികൾ വേറെ ഉണ്ട് അല്ലേ. ഓക്കെ, ഒരുപാട് ഇപ്പൊ കുറച്ച് വണ്ടികളുണ്ട്, പക്ഷേ എല്ലാം കാണിക്കുന്നില്ല. നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മലപ്പുറം അറവങ്കരയാണ് ലൊക്കേഷൻ. കറക്റ്റ് നമ്മുടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ, വാർ മെമ്മോറിയൽ ഗേറ്റ്. ഓക്കെ, പൂക്കോട്ടൂർ യുദ്ധം നടന്ന 1921 അതിന്റെ ഒരു സ്ഥലമാണ്, സ്മാരകമായിട്ടുള്ളതാണ്. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വഴിയാണ് അല്ലേ. വിളിച്ചാൽ മതി. ലൊക്കേഷൻ വാട്സപ്പിലും ഒക്കെ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ. ഓക്കെ, കാർ എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പണി കിട്ടുന്ന കുഴപ്പങ്ങളൊന്നുമില്ല. അത് ഉറപ്പിക്കും. പിന്നെ നമ്മളൊരു മെക്കാനിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സർവീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള കൊടുക്കുന്നുണ്ടല്ലേ. നമ്മളിന്ന് എടുത്ത ആൾക്കാർക്ക് വീട്ടിൽ പോയി ചെയ്ത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പുറത്തുനിന്ന് ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അതിന്റെ കോസ്റ്റ് ഒക്കെ വരും, എന്നാലും ചെയ്ത് കൊടുക്കാം എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ വിളിച്ചാൽ മതി. അവർക്ക് അവരുടേതായിട്ടുള്ള മെയിൻ്റെനൻസ് അവർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടുപോകരുത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു സി ക്ലാസ്സിൽ തന്നെ തുടങ്ങാം. C220D ആണ്. ഇത് KL രജിസ്ട്രേഷൻ ആയതാണോ? 5 വർഷത്തെ, അത് പുറത്തെ വണ്ടിയായിരുന്നു, ബോംബെ രജിസ്ട്രേഷൻ ഇങ്ങോട്ട് മാറ്റി പ്ലസ് 5 വർഷത്തെ പേപ്പറോട് കൂടി ഇപ്പോൾ കൊടുക്കും. ഇവിടെ ഇപ്പോൾ 5 വർഷത്തെ പേപ്പർ ആയി കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങളിത്? ഇത് 2009 ആണ് മോഡലും രജിസ്ട്രേഷനും. പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഒറിജിനൽ അന്നത്തെ 2009 ഗ്ലാസുകളാണ്. അല്ല, ബോഡി പാർട്ട് ഒന്നും മാറിയില്ല. എല്ലാം ഒറിജിനാലിറ്റിയിൽ തന്നെ ഉള്ളത്. പിന്നെ 96,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. 96,000 കിലോമീറ്റർ കേൾക്കുമ്പോൾ പലരും തമാശയാക്കാറുണ്ട്. പക്ഷെ പ്രീമിയം കാറുകളുടെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എന്താ പറയുക, ചെറിയ ഓട്ടത്തിന് കാർ പൊതുവെ എടുക്കാറുള്ളൂ. അതെ, ഒരു ഫാമിലി 2-3 വണ്ടികളുള്ള ഒരു ഇത്ര ഉപയോഗിക്കുന്ന ആൾക്ക് 2-3 വണ്ടികൾ മിനിമം കാണും. അതിൻ്റെ ഒരു റൊട്ടേഷനായിട്ടും വരും. പിന്നെ മോഡൽ കൂടിയതിന് നമ്മൾ സർവീസ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ കുറഞ്ഞതിന് പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ കണ്ടീഷനും മറ്റുള്ള ബോഡി പാർട്സിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ്. അത് പോസിബിൾ അല്ല, എന്തായാലും ഇത്രയും വർഷമൊന്നും കമ്പനിയിൽ മെർസിഡീസിൽ സർവീസ് കോസ്റ്റ് കൂടുതലാണല്ലോ, അപ്പോൾ അത്ര ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകില്ല. പക്ഷേ മോഡൽ കൂടിയ വണ്ടികൾ ഫുള്ള് സർവീസ് റെക്കോർഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ സൺറൂഫ് വരുന്നതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഇപ്പോൾ തേർഡ് ഓണറായി ഇങ്ങോട്ട് മാറ്റിയപ്പോൾ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മാറിയപ്പോൾ തേർഡ് ഓണറായി. ഓക്കെ, അപ്പോൾ എല്ലാം വർക്കിംഗ് അല്ല? എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് എല്ലാം. എത്ര കൊടുക്കുക? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിലാണ് 4,75,000. 4,75,000 കേരള നമ്പർ ആയിക്കഴിഞ്ഞു. 5 വർഷത്തേക്കുള്ള പേപ്പറുണ്ട്. നിങ്ങൾ 5 വർഷത്തേക്ക് ഒന്നും ചെയ്യാറില്ല. ഡീസലാണ്, മൈലേജ് ഒരു 15-16 വരെ കിട്ടും ചെയ്യും. 16 വരെ മൈലേജ് കിട്ടും. C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം ചെറിയൊരു വിലക്ക്. ഈ ഒരു വില കേൾക്കുമ്പോൾ പലർക്കും ഇതിന്റെ മെയിൻ്റനൻസ് സൈഡാണ് പേടിയുണ്ടാവുക. എടുത്തു കഴിഞ്ഞിട്ട് വലിയ കോസ്റ്റ് വരുമോ എന്നുള്ള ഒരു വലിയ കോസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ നമ്മൾ വളരെ ഒന്നും വരൂലെന്നൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരും. അത് പിന്നെ അവർക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളതിന് ഹെൽപ്പുകളും കാര്യങ്ങൾ. ഇപ്പോൾ പാർട്സ് ദോസ് ചെയ്യാൻ ഡൽഹിയിൽ നിന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ളൂ. ഡൽഹിയിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പാർട്സ് ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാം കസ്റ്റമർക്ക്, ഹെൽപ്പുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഒരാഗ്രഹത്തിന് ഇതെടുക്കുന്നവർ നമ്മുടെ മണി ബാക്കപ്പ് കൂടെ നോക്കിയിട്ട് എടുക്കാവും. ഈ പൈസക്ക് സാധനം കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല, ഇതിനെ കൊണ്ടു നടക്കാനും കുറച്ചൊരു പൈസ അല്ലേ, അതുകൂടി കണക്കാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മെർസിഡസ് ബെൻസ് E250 ഇപ്പൊ ചൂടൊപ്പം പോലെ വിറ്റഴിയുന്ന ഒരു മോഡലാണ് അല്ലേ. നമ്മളിപ്പോ നിങ്ങളൊരു യൂട്യൂബിൽ ചെയ്യാതെ തന്നെ ഒരുപാട് വണ്ടികൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്തേക്കും പോകും. അതാണ് അതിന്റെ സ്ഥിതി. അത്രയോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ്. ലോ മെയിൻ്റെനൻസ് ആണ്. ലോ മെയിൻ്റെനൻസും മൈലേജും കിട്ടും. ഓക്കെ, എങ്ങനെയാ ഇത്?
ഇത് 2014 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. 2015 രജിസ്ട്രേഷൻ വരുന്നത്. സെക്കൻഡ് ഓണറാണ്. പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, എല്ലാം ഒറിജിനൽ അതേ വർഷത്തിലുള്ള ഗ്ലാസ്സുകളാണ്. ഇപ്പൊ എല്ലാവരും പ്രത്യേകം നോക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലാസ് റീപ്ലേസ്മെന്റിലേക്കാണ് ആദ്യം പോവുക, ഫ്രീ പുറത്തത്തെ വണ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, സെക്കൻഡ് ഓണറാണ്. പിന്നെ നോർമലി വരുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടോ നമുക്ക് ഇത് 83,000 വിത്ത് സർവീസ് റെക്കോർഡ്. സർവീസ് റെക്കോർഡാണ്. ഓക്കെ, 83,000 ഓടിയിട്ടുണ്ട്. 2024 വരെ സർവീസ് ഉണ്ട്. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന E250 ആണ്. ഒരു 15-16 മൈലേജ് കിട്ടും. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലാത്തൊരു വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. കേരള ആയിട്ടില്ലല്ലോ? ആയിട്ടില്ല. NOC എവിടെയെങ്കിലും എടുത്തു? NOC എവിടെയെങ്കിലും എടുത്തു? ഇപ്പോൾ എടുത്തിട്ടില്ല, നമുക്ക് ഇങ്ങോട്ട് വേണ്ടി എടുത്തു കൊടുക്കാം. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 13 ലക്ഷമാണ് ചോദിക്കുന്നത്. 13 ലക്ഷം രൂപയ്ക്ക് 80,000 കിലോമീറ്റർ ഓടിയ 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ E250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയാവും ഇത്? ഏകദേശം 3.5 ലക്ഷം നമ്മൾ അപ്രോക്സിമേറ്റ് കാണും. 3.5 ലക്ഷം വരെ കാണും. ഓക്കെ, മാറിക്കഴിഞ്ഞാൽ ലോണും കാര്യം കിട്ടുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന ഓക്കെ. ബെൻസിന്റെ ഒരു പ്രൗഡി, ഒരു മിഡിൽ ക്ലാസ് സെഗ്മെന്റിൽ ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് ഇത്. ഒരുപാട് വണ്ടി വിറ്റഴിച്ചാണ് മോഡൽ. നല്ലൊരു രസമുള്ള ഒരു മോഡലാണ്. E200 ആണിത്. പെട്രോൾ 4 സിലിണ്ടർ E200 പെട്രോൾ വാഹനം. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഗെറ്റപ്പ് വരും അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2011 സെക്കൻഡ് ഓണർഷിപ്പുള്ളതാണ്. സൺറൂഫ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇതിനുമില്ല. എല്ലാം ഒറിജിനൽ അതേ ഇതിലുള്ള ഗ്ലാസ്. ബോഡി പാർട്ട് ഒന്നും മാറിയില്ല. ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് ആണ്. ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ട്. ബോഡിയിൽ ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് ആണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 56. 2011 ഇത് മോഡൽ. അപ്പോൾ അത്രയും ഫസ്റ്റിലുള്ള സർവീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇല്ല, പുറത്തുനിന്നാണ്. ഒരു ഏകദേശം വെച്ചിട്ട് ജെന്യൂൻ കിലോമീറ്റർ ആണെന്ന് പറയാം. 100% നമുക്ക് പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എങ്ങനെയാ? ഇത് സ്കാൻ ചെയ്താൽ മനസ്സിലാവില്ലേ ശരിക്കും? ഇല്ല. അത് ചിലവർ പറയുന്നുണ്ട്, നമ്മളത് ചെക്ക് ചെയ്തിട്ടൊന്നും അങ്ങനെ പിടുത്തം കിട്ടിയിട്ടില്ല. അതല്ലാത്ത രൂപത്തിലൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് അതൊക്കെ പഴയ വെർഷൻ്റെ പുതിയതിലൊക്കെ ഒരു ഡിഫിക്കൽട്ട് ആണെന്ന് കേട്ടിട്ടുണ്ട്. പഴയതിലൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, എന്നാൽ 56 മീറ്റർ കാണിക്കുന്നുണ്ട്. 2011 മോഡൽ E200 പെട്രോൾ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനം. ഇത് എങ്ങോട്ടെങ്കിലും NOC എടുത്തോ? എടുത്തിട്ടില്ല, നമുക്ക് എങ്ങോട്ടും എടുത്തോളൂ. ഓക്കെ, എത്രയിപ്പോൾ? ഇത് നമുക്ക് 7,20,000. 7,20 കേരള NOC. കേരള നമ്പർ ആവണമെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപ മതി. 1 ലാഖ് കണ്ടാൽ കേരള നമ്പർ ആക്കാൻ പറ്റും. 7,20 ഇപ്പോൾ ചോദിക്കുന്നു. നിങ്ങളുടെ RTOയിൽ എവിടെ വേണമെങ്കിലും NOC എടുത്തു തരാൻ പറ്റും അല്ലേ? ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ ഇതില്ല. നല്ല മെയിൻറ്റെയിൻ ഉണ്ട്. നമ്മളെല്ലാ വണ്ടികളും ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഫുൾ ക്ലിയർ ചെയ്തിട്ട്, അങ്ങനെ മേജറുള്ളത് നമ്മൾ എടുക്കലില്ല. ചെറിയ കാര്യങ്ങൾ, ഫങ്ഷൻസ് ഉള്ള വണ്ടികളാണ്. എല്ലാം വർക്കിംഗ് ആണ്. അതിനെ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ട വാഹനത്തിന്റെ സെയിം ലുക്ക് തന്നെ E250. കാഴ്ചക്കൊരു മാറ്റില്ല. അതെ, ഡീസലാണിത്. നേരത്തെ കണ്ട പെട്രോൾ. ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2011 സെയിം. അതെ. പിന്നെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, പക്ഷേ ഒറിജിനൽ കമ്പനിയിൽ നിന്നാണ് മാറിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണുള്ളത്. സൺറൂഫ് ഉണ്ട്, പിന്നെ എല്ലാ ഓപ്ഷൻസും മറ്റേ പറഞ്ഞ പോലത്തെ. വേറെ ഒന്നും മാറിയില്ല, ബോണറ്റോ ഒന്നും മാറിയില്ല, ഗ്ലാസ് മാത്രം, മെയിൻ ഗ്ലാസ് മാത്രം അല്ല. സർവീസിലുള്ളതാണ്. ഇതും ഫംഗ്ഷനെല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ്. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഇത് 92,000 കിലോമീറ്റർ ഓടും. 92,000. ഓക്കെ, 2011 മോഡൽ തന്നെയാണ്. നല്ല മൈലേജ് ഉള്ള, എല്ലാ മൈലേജ് കിട്ടും. 17 ആ റേഞ്ചിലൊക്കെ മൈലേജ് 17 കിട്ടുന്നുണ്ട്. വലിയൊരു വണ്ടിയാണ്, പക്ഷെ അത്രയും മൈലേജും കിട്ടുന്നുണ്ട് ഡീസലിൽ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പെട്രോളിന് എത്ര? പെട്രോളിന് 10-12 മാക്സിമം 12 അല്ല. അതിനപ്പുറം ഇല്ല. ഇത് 17 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓണർഷിപ്പ് എത്രയാണ് ഇവിടെ? ഇതിപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർ അല്ല. ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ തേർഡ് ആവും. ഓക്കെ, ഇതും 1 ലാഖ് കണ്ടാൽ മതിയോ? ഇത് ഏകദേശം 2 വരെ റേഞ്ചിലാണ് വരിക. 1 ലാഖ്. ഓക്കെ, എത്ര കറക്കാം ഇത്? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് 6,95,000. 6,95,000 NOCയിൽ 2011 ഡീസൽ E250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, വേറെ ക്ലെയിം ജസ്റ്റ് ഇത് മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 1 ലാഖ് ഏകദേശം കാണണം. 1 ലാഖ് ചെറിയൊരു മാറ്റം ഉണ്ടാവും, കാരണം ഡീസൽ വണ്ടിക്ക് ഇച്ചിരി കൂടും, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു സ്റ്റൈലിഷ് വാഹനം വന്നിരിക്കുകയാണ്. ഇത് C ക്ലാസ് ആണ്. C
220D അല്ലേ? അതെ അതെ. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 സി ക്ലാസ്. ഇത് 2014 വരെ വേറൊരു മോഡലിനെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു, അതായത് വളരെ വ്യത്യാസമായിട്ട് കണ്ടാലൊരു ജോയിന്റ് ബന്ധമില്ലാത്ത രൂപത്തിൽ മൊത്തം മാറ്റിയിട്ട് കമ്പനി പുതിയത് ഇറക്കിയതാണ്. 2014 ലാസ്റ്റിൽ 15-ലാണ് ആക്ച്വലി. ഇത് 15ആണ്. ഇത് 15ആണ്. ഇതിൽ തന്നെ പല ഓപ്ഷൻ, ബട്ടൺ സ്റ്റാർട്ട് ഉള്ളതുണ്ട്, റൂഫ് ഉള്ളത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് മിഡിൽ ഓപ്ഷനാണ്. അത് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പനോരമിക് റൂഫാണ്. പിന്നെ ഇത് സിംഗിൾ ഓണറാണ്. നോ റീപ്ലേസ്മെന്റ്, ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. സർവീസ് റെക്കോർഡ് ഉണ്ട്. എത്ര ഓട്ടം? ഇപ്പൊ 88,000, 82 വരെ കമ്പനിയിൽ സർവീസ് ഉണ്ട്. 82 വരെ ഉണ്ടല്ലേ? അല്ല, ഇത് ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ, സിംഗിളിലെ കിടക്കാണ്. ഇങ്ങോട്ടേക്ക് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, NOC എങ്ങോട്ടും എടുത്തിട്ടില്ല? ഇല്ല, അങ്ങോട്ടും എടുത്തത്. ചെറിയ ഉണ്ട് ഇവിടെ, ഒരു ചെറിയൊരു ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതുവരെ അങ്ങനെ തന്നെ വെച്ചേക്കാം, ഇത്രയും ക്വാളിറ്റിയിലാണ്. ഓക്കെ, C220D ഒരു അടിപൊളി ഷേപ്പാണ്. നമ്മൾ നേരത്തെ ഈ ഷേപ്പ് പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ ലൈറ്റ് ടൈപ്പ് ഒക്കെ വരുന്നത്. ഇതിന്റെ ഡാഷ്ബോർഡൊക്കെ മൊത്തത്തിൽ മാറ്റണം. അതിന്റെ ഡാഷ്ബോർഡ്, പിന്നെ റിവേഴ്സ് ക്യാമറ, അതൊക്കെ കമ്പനി തന്നെ വെച്ചതാണ്, ബിൽഡായി വെച്ചതാണ്. പിന്നെ AC വെന്റുകളൊക്കെ റൗണ്ട് ഷേപ്പിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് ആണെന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ ഇതൊക്കെ വരുന്നത് മൊത്തം. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 17 ലക്ഷം. 17 ലക്ഷത്തിന് NOCയിൽ 2015 C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് നമുക്ക് 18 വരെയൊക്കെ പ്രതീക്ഷിക്കാം, കിട്ടുന്നുണ്ട് ലോങ്ങിലൊക്കെ. അതെന്ന് കഴിഞ്ഞാൽ ഡീസൽ വാഹനം പൊതുവേ നല്ല മൈലേജ് ഉണ്ട്. മാത്രമല്ല ഒരു 14-ന് ശേഷം പിന്നെ കമ്പനി നല്ല മൈലേജിലല്ലോ ഓൾമോസ്റ്റ് ഡീസൽ വണ്ടികൾ മൊത്തം കിട്ടും. പെട്രോളിനാണ് ഒരു പേര് ദോഷം ഉള്ളത്, മൈലേജ് ഇല്ല, മെയിൻ്റനൻസ് കുറവായിരിക്കും അതിനെ സംബന്ധിച്ച്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര കാണ്ടി വരും? നമുക്കൊരു 4 ലക്ഷം രൂപയോളം കാണ്ടി വരും, 4 lakhs മിനിമം. ഓക്കെ, എല്ലാം കൂടി ഒരു 21 സംതിങ്. അതായത് കേരള വണ്ടിക്ക് ഒരു 29-30 ഇപ്പോഴും മാർക്കറ്റിൽ വില, 29-30 മാർക്കറ്റില്ല കേരള വണ്ടിക്ക്. അപ്പോൾ ഇതിപ്പോൾ എത്ര പറഞ്ഞാൽ 17? ഇത് 17. അപ്പോൾ 17-4 21 വരുന്നുള്ളൂ. ഇതിന് മാറിക്കഴിഞ്ഞാലും കേരള വണ്ടിയിൽ അത്രയും മാർക്കറ്റ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, അതായത് റീപ്ലേസ്മെന്റ് ഇല്ല, സർവീസ് റെക്കോർഡ് ഉണ്ട്, സിംഗിൾ ഓണറാണ്, എല്ലാം റെഡിയാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോ, ഒരു അടിപൊളി വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് BMW 520D ന്യൂ ഷേപ്പ് ആണല്ലേ? അതെ, പുതിയ ഷേപ്പ് 2013-ന് ശേഷം വന്നു. അതെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014-ആണ് 520 ഡീസൽ. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പിന്നെ കിലോമീറ്റർ 85,000 ഓടിയിട്ടുണ്ട്. 2014 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, 85,000. ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ ഫുള്ള് 2023 വരെ ഫുൾ പെരിയോഡിക്കലി ഒരുപാട് തവണ കയറിയിട്ടുണ്ട് കമ്പനിയിൽ. കറക്റ്റാണ്, പക്ക പോയിട്ടുണ്ട്. 520 ആണ്, പെർഫോമൻസ് കാറാണ്. മൈലേജ് ടിൻ പവർ ടർബോ ആണ്. 13-ന് ശേഷം 13 വരെ എഞ്ചിന് ഇച്ചിരി പല പ്രശ്നങ്ങൾ, എഞ്ചിന് ഡയറക്റ്റ് പ്രശ്നമല്ല, ഒരു മെയിൻ്റനൻസ് കൂടിയ ടൈപ്പ് വാഹനമായിരുന്നു. അതിന് ശേഷം ഇറങ്ങിയ ഇത് കുറച്ച് കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ്. ഇത് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇത് നമുക്കൊരു 15 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ലോങ് റൂട്ട് 15 വരെയൊക്കെ മൈലേജ് കിട്ടുന്നൊരു വലിയ പെർഫോമൻസ് കാറാണ് അല്ലേ? പിന്നെ ഇൻബിൽഡ് ആയിട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്, അതുവരെ അനലോഗ് ആയിരുന്നത്, ഇത് ഡിജിറ്റലാണ്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, ഡിജിറ്റൽ എല്ലാത്തും ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് അല്ലേ? 520 2014 മോഡൽ. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് 13,75. 13,75 ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 3 ലക്ഷം വരെ. 3 ലക്ഷം, മൊത്തം 16,75 ആവുള്ളൂ. മാറിക്കഴിഞ്ഞാലും 13,75 ഇപ്പോൾ ചോദിക്കുന്നത്. 2014 മോഡലാണ്, 85,000 പറഞ്ഞല്ലേ കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. എവിടെയും NOC എടുത്തിട്ടില്ലല്ലോ? എടുത്തിട്ടില്ല. ഓക്കെ, ഒറിജിനൽ പെയിന്റ് ആണ്, നമ്മൾ വെറുതെ പറയുന്നല്ലേ. ഞാൻ തന്നെ പോയിട്ട് എടുക്കാറ്, പഴയ പോലെയല്ല. മെഷീനും ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത്, പെയിന്റ് മെഷീനൊക്കെ നോക്കിയിട്ട്. ഓക്കെ, ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ചാവി എല്ലാം പൊട്ടിക്കാതെ ചാവി എല്ലാം. ഓക്കെ, എന്തായാലും നല്ലൊരു നീറ്റ് വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? ഇതിപ്പോൾ ഏകദേശം 23 ലക്ഷം റുപ്യൊക്കെ ഏകദേശം മാർക്കറ്റിലുണ്ട്. ഇതിന്റെ പ്രത്യേകത സാധാരണ ആൾക്കാർ ഇത് ഇപ്പോൾ 5 സീരീസിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2011-ഉം 14-ഒക്കെ കാണുമ്പോൾ ഏകദേശം ഒരുമാതിരി തോന്നും. പക്ഷേ ഇത് അറിയണവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഏരിയ, പിന്നെ ഹെഡ് ലാമ്പിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയ ന്യൂ ഷേപ്പാണെന്നുള്ളത് ഓർക്കണം. ടിൻ പവർ ടർബോ ആണ്, പുതിയ എഞ്ചിനാണ്. ഇതിന് ശേഷം പിന്നെ ഷേപ്പ് വന്നപ്പോഴാണ്? ഇതിന് ഏകദേശം പിന്നെ 18-ല് പുതിയ ഷേപ്പ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് 520 പെർഫോമൻസ് കാർ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാരണവറായിട്ട് വരുന്നൊരു സ്ഥാനമാണ്, മാരക പെർഫോമൻസ് ഉള്ള സ്ഥാനമാണ് 530D അല്ലേ? 530D. ഓക്കെ, എങ്ങനെയാ ഇത്? 2014 ഡിസംബർ
വരുന്ന വാഹനമാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. അതുപോലെ തന്നെ നോ റീപ്ലേസ്മെന്റ് ആണ്, നോ റീപെയിന്റ് ആണ്, ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്. ആകെ 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വിത്ത് സർവീസ് റെക്കോർഡാണ്. അത് എം സ്പോർട്ട് ഒറിജിനലാണ്. കിറ്റ് ചെയ്യാൻ സ്റ്റിയറിംഗ് വരെ പുതിയ മോഡലാണ്. പുതിയ ഇപ്പൊ ഇറങ്ങുന്ന ടൈപ്പാണത് സ്റ്റിയറിംഗ്. പിന്നെ അലൈവില് വരെ എം സ്പോർട്ടിന്റെ ബാഡ്ജ് ഉണ്ടാവും. ബാഡ്ജ് കണ്ടു, അതാ ചോദിച്ചത്. ഒറിജിനലാണ്. പിന്നെ ഡിജിറ്റൽ മീറ്റർ ആണ്, സ്ക്രീൻ വലുതാണ് വരെ, ഗൂഗിൾ മാപ്പ് വരെ ഇൻബിൽഡ് ആണ് ഇതിൽ. ഒന്നും ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ ഒരുവിധം ഉണ്ടെന്ന് പറയാം. ഹെഡ് റെസ്റ്റിൽ TV വരും. ഓൾമോസ്റ്റ് വണ്ടികൾ ഇപ്പോൾ കാണിച്ചത് നമ്മൾ 2013-14 ഇപ്പോൾ കാണിച്ച ഓൾമോസ്റ്റ്. ഓക്കെ, ഇത് 14. ഇതിപ്പോൾ എത്രയാണ് ഓട്ടം പറഞ്ഞത്? ഇത് 68,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. വേറെ ഒരു കളർ തന്നെ അട്രാക്റ്റീവ് കളറാണ്. ഒരു ക്ലെയിമോ റീപ്ലേസ് ഒന്നുമില്ല. ഒരു അട്രാക്റ്റീവ് കളറുമാണ്. പെട്ടെന്ന് ബ്ലാക്ക് ആണ് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു ബ്ലൂ കാണുമ്പോൾ ഡാർക്ക് ബ്ലൂ ആണ്. ഓക്കെ, സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ്. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും ഇത്? ഇത് 17,900 വരാം. 17,900 NOCയിൽ 2014 530 M സ്പോർട്ട് ഡീസൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒന്നാമത് ഇതിൻ്റെ റയർ വണ്ടിയാണ്, അതുകൊണ്ടുള്ള പ്രൈസ് അല്ല. പക്ഷേ ഇത് കേരള ഒറിജിനൽ ഒന്നുണ്ട്, എവിടെ നമ്മൾ പറഞ്ഞില്ല, കേരളത്തിലുണ്ട്. 35 ലക്ഷം രൂപയാണ് ചോദിക്കണം ഒറിജിനൽ കേരള. അപ്പോൾ ആലോചിച്ചാൽ മതി അതിൻ്റെ ഡിഫറൻസ്. ഇതേ മോഡലല്ല, ഇതേ സെയിം ഇതാണ് മോഡൽ. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇതിന് 5 ലക്ഷം റുപ്യ എന്തായാലും കാണേണ്ടി വരും. 5 lakhs. കാരണം മറ്റേ മോഡൽ സെയിം ആണെങ്കിലും പക്ഷേ 30 ആയതുകൊണ്ട് ഇൻവോയ്സ് റേറ്റ് റേറ്റ് അന്നത്തെ ഇൻവോയ്സ് റേറ്റ് മാറ്റേണ്ടോ ഇറങ്ങുന്ന വണ്ടിയിൽ? അന്ന് തന്നെ എനിക്ക് 15 ലക്ഷം 20 ലക്ഷം വ്യത്യാസം വരെ അതിന്റെ ഒരു വ്യത്യാസം കാണും. 5 ലക്ഷം എന്തായാലും കാണേണ്ടി വരും ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ. അപ്പോൾ മൊത്തം 17, 5, 22. 17 എത്രയാണ് പറഞ്ഞത്? 17,900. 22,900. ഓക്കെ, കണ്ടാൽ ഇറക്കാം. കേരള വണ്ടി ആക്കിയിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഭയങ്കര പെർഫോമൻസ്, പവർ, ഒരു രക്ഷയില്ല. അത് ഓടിച്ച് കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് ഇതിനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അതെ, ഇതിന്റെ ആരാധകർ എത്തിപ്പെടണം. അപ്പോഴേല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ വീണ്ടും ഒരു E250D വന്നിരിക്കുകയാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. KL 84 രജിസ്റ്റേർഡ് ആയി. കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്, മലപ്പുറം ജില്ല. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് E250 ഡീസലാണ്. 2011 തന്നെ. കേരളത്തിൽ മാറ്റി ടാക്സ്, പ്രൈവറ്റ് മാറ്റി ടാക്സ് അടച്ച വണ്ടിയാണ്. തേർഡ് ഓണറാണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, പുറത്തുനിന്നാണ്. ഗ്ലാസ് മാത്രമല്ല? അതെ, ഗ്ലാസ് മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിയർ 1 lakh കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ ശേഷം എഞ്ചിൻ മൗണ്ടിങ്, ട്രാൻസ്മിഷൻ മൗണ്ടിങ്, ഓയിൽ സർവീസ്, ഇതൊക്കെ നമുക്ക് തന്നെ ഗ്യാരേജ് ഉണ്ട്, ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിക് ചെക്കപ്പും സർവീസും ചെയ്യും. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ റിമൂവ് ചെയ്തിട്ട് നോക്കിയിട്ട് മോശമാണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടാണ് എല്ലാ വണ്ടിയും നമ്മൾ ചെക്ക് ചെയ്യും. മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതെ അതെ, കസ്റ്റമറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല. എന്നാലും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ധൈര്യമായിട്ട് പറയാലോ ചെയ്തതാണ്. ഇത് ഓയിൽ സർവീസ്, എഞ്ചിൻ മൗണ്ടിങ്, ഗിയർ മൗണ്ടിങ് എല്ലാം മാറിയതാണ്. ഇച്ചിരി കോസ്റ്റാണ്. എഞ്ചിൻ ഫൗണ്ടേഷനൊക്കെ ഇതിന് അത്യാവശ്യം 10,000-30,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഓയിൽ സർവീസ്, എയർ ഫിൽറ്റർ എല്ലാം നമ്മൾ ചെക്കപ്പ് ചെയ്യണം. നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടി. ഓക്കെ, 2011 1 lakhന്റെ അടുത്ത് ഓടിയ വണ്ടി അല്ലേ? അതെ, ഡീസലാണ്. മൈലേജ് അത്യാവശ്യം കിട്ടും. അതെ, ഒരു 17 വരെ നേരത്തെ പറഞ്ഞിരുന്നു മറ്റേ വണ്ടിയിൽ. ഓക്കെ ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 8,900 കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. അതായത് കേരള നമ്പറായി. ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. 8,90,000. ലോണ് ചാൻസ് ഉണ്ടോ? 11 മോഡലായതുകൊണ്ടല്ലോ. ഓക്കെ, ചാൻസ് ഇല്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മെർസിഡസ് ബെൻസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് കോമ്പാക്ട് SUV അല്ലേ? ഓക്കെ, GLA 200 ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഇപ്പം ഈ ക്ലാസ് പറഞ്ഞാൽ അതിലും മേലെ കിട്ടും. ഒരു 18 ഒക്കെ കിട്ടും. 18-19 വരെ കിട്ടും മൈലേജ്. ഓക്കെ, ഒരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് എടുക്കാൻ പറ്റിയൊരു മോഡൽ. ഒരുപാട് എൻക്വയറി ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ്. തീർച്ചയായും. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് റെക്കോർഡാണ്. പിന്നെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, പുറത്തുനിന്നാണ്. മെയിൻ ഗ്ലാസ് പുറത്തുനിന്നാണ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ക്ലെയിമോ വേറെ നമ്മൾ നോക്കിയിട്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് ക്രാക്കിൽ പോയതാണ്. ബാക്കി എല്ലാം ഒറിജിനാലിറ്റിയിലുള്ളത്. സിംഗിൾ ഓണറാണ്. സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 85,000 കിലോമീറ്റർ. 85,000 ഓടിയ 2015 GLA 200. പനോരമിക് റൂഫ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരും. എന്താ പറയാ, നല്ല മൈലേജ് ഉള്ളൊരു കോമ്പാക്ട്. ഈ ഒരു ഹൈറ്റ് ഇച്ചിരി കൂടും മറ്റേ വണ്ടിയിലെ സെഡാനിലേറെ കുറച്ച് ഹൈറ്റ് കൂടിയ. പിന്നെ A180 എന്നൊക്കെ പറയും, B180 സീരീസ് ഉണ്ട്. അതിലേറൊക്കെ കുറച്ച് ആൾക്കാർ ചൂസ് ചെയ്യണം, ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ്. ഓക്കെ ഓക്കെ, എത്ര കൊടുക്കാം ഇത്? നമുക്ക് 13,75 NOCയിൽ 13,75 കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 3.5 കാണോ? ഏകദേശം 3.5-3 ലക്ഷത്തിനുള്ളിൽ വരും.
ഓക്കെ 3 ലക്ഷം ആയതുകൊണ്ട് മോഡൽ കൂടല്ലേ. 3-നകത്ത് മതി അല്ലേ? 3.5 കണ്ടോട്ടെ. ഓക്കെ ഓക്കെ, കുറഞ്ഞ പ്രശ്നമില്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു പെട്രോൾ വാഹനം വന്നിരിക്കുകയാണ്. C200 ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് C ക്ലാസ് ആണ്. C ക്ലാസ്സിൽ 2010 മുതൽ CGI ആണ്. പിന്നെ കംപ്രസർ പറഞ്ഞ എഞ്ചിൻ ഒരു വണ്ടി നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട്. തന്നെ കംപ്രസർ വേറെയും കണ്ടു അവിടെ. അതെ അതുണ്ട്. അപ്പം ഒരുപാട് വണ്ടികൾ ഒരേ കാണിക്കേണ്ട ചില കളർ മാറ്റങ്ങൾ പല വണ്ടികളുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇത് 2010 CGI ആണ് പെട്രോളിൽ. സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. CGI ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക്സ് ഇച്ചിരി കൂടുതലുണ്ട് കംപ്രസറിലേറെ. ഇപ്പം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഡോർ പാഡിൽ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക് ആണ്. 4 സൈഡും സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതിൽ മ്യൂസിക് സിസ്റ്റം അവൻഗാർഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് ക്ലെയിം എന്തെങ്കിലും ഇല്ല. ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഒറിജിനൽ അതേ ഗ്ലാസ്സുകളാണ്. വേറെ റീപെയിന്റ് ചെറിയതായിട്ടുണ്ട്. കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും സ്ക്രാച്ചസ് വരുമ്പോൾ ചെറിയ റീപെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? കിലോമീറ്റർ 56,000 ആണ്. 56 56 ഒരു ലോ കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. കിലോമീറ്റർ നമ്മൾ ജെനുവിറ്റി പറയുന്നില്ലല്ലോ? ഇല്ല അതിൽ നമുക്ക് പറയുന്നില്ല. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 5,30,000. 5,30,000. ഇതിപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ഇത് വരൂലേ? 2025 1 വർഷത്തെ ടാക്സ് അടിച്ചിട്ട് മാറ്റാവുന്നേ ഉള്ളൂ. ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ കേരള നമ്പർ ആക്കാം. പിന്നെ 2025 മാസം നോക്കണം ഏതാണെന്ന്. 2025 നമുക്ക് വീണ്ടും 5 വർഷത്തെ ടെസ്റ്റ് എടുക്കണം. അത് എത്ര കോസ്റ്റ് വരും? 15,000 രൂപ ഉള്ളൂ. 15,000 രൂപ അത്രേ ഉള്ളൂ. അത് ഒരു ലെവൽ വണ്ടികളൊക്കെ 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ടാക്സിലാണ് അടുത്ത 5 വർഷത്തേക്ക് പോകുന്നത്. സുഖമാണല്ലോ. ഓക്കെ, അപ്പോൾ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 5,30,000 നിങ്ങൾക്ക് ഇറക്കാം. അതിൻ്റെ കൂടെ ഒരു 40,000 കണ്ട ഇങ്ങോട്ടേക്ക് മാറാനും പറ്റും. അടുത്ത പ്രാവശ്യം ടാക്സ് എടുക്കണമെങ്കിൽ ഒരു 15,000-20,000 കണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ബെൻസിൻ്റെ പല പല തലങ്ങളാണ്. ഇത് ഈ 350 ആണ്. 6 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനം. കുറച്ചുകൂടെ പവർ കൂടിയ സാധനം അല്ലേ? ഭയങ്കര പവറാണ്, നല്ല കംഫർട്ടാണ്. ഇത് സ്റ്റാർട്ടാക്കി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാണോ എന്നുള്ളത് അറിയാം. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിലൊരു സൗണ്ട് ഉണ്ടാവും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ആക്സലറേഷൻ കൊടുത്തു നോക്കണം അല്ലേ? കൊടുത്തു നോക്കണം. കൺഫ്യൂഷൻ വരാറുണ്ട്. കസ്റ്റമറൊക്കെ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് ആണോ വെച്ചിട്ട് ഒന്നും കൂടി തിരിച്ചൊക്കെ നോക്കും. അതാണ് V6 എഞ്ചിന്റെ പ്രത്യേകത. പക്ഷേ മൈലേജിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ ഭയങ്കര വണ്ടിയാണ്. പെർഫോമൻസ് കിട്ടും. മൈലേജ് കോംപ്രമൈസ് ചെയ്തിട്ട് പെർഫോമൻസ് എടുക്കാം. കംഫർട്ടും. ഓക്കെ, ഇപ്പോൾ ലോങ് യാത്രക്കൊക്കെ നല്ല ഈ ഡീസൽ വാഹനമൊക്കെ പൊതുവെ ലോങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ നോയ്സ് ഉള്ളിലേക്കും ചെറുതായിട്ട് കേൾക്കും. ഇതൊന്നും അറിയില്ലല്ലോ, കിടന്നുറങ്ങി പോകുന്ന ഫീൽ. ഓക്കെ, പ്രത്യേകിച്ച് മെർസിഡസ് എന്ന് പറയുന്നത് എന്താ യാത്രക്കാരൻ്റെ വാഹനമാണല്ലേ? അതെ, ബാക്ക് സീറ്റ് വാഹനം എന്ന് പറയുന്നുണ്ട്. അതെ, ബാക്ക് സീറ്റ് വാഹനം. ഡ്രൈവർക്ക് അത്ര ഇതില്ലാത്ത വാഹനമാണ് മെർസിഡസ് ബെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡൽ ഏതായത്? ഇത് 2010 ആണ്. ഈ 350 V6 വരുന്ന പെട്രോള്, സൺറൂഫ് വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഹാൻഡ് ഗിയർ ആണ് വരിക, സ്റ്റിയറിംഗിലാണ് ഗിയർ വരിക, പെഡൽ ഷിഫ്റ്റ്. അത് 350 ആയതുകൊണ്ടാണ്. ഇതിന്റെ 11 നമ്മളെ കയ്യിലുണ്ട് 250. പക്ഷെ അതിന് വരെ സ്റ്റിയറിംഗ് ഗിയർ ഇല്ല. ഏറ്റവും ടോപ്പ് ഫീച്ചേഴ്സ് കൊടുത്തിട്ട് കമ്പനി വേൾഡ് വൈഡ് ഇറക്കുന്ന ഒരു മോഡലാണ്. മറ്റേ ചില കൺട്രികളിലൊക്കെ ആയിട്ട് ഇന്ത്യയിലൊക്കെ ആ കാലത്ത് കുറച്ച് പഠിച്ചിട്ട് സ്പെസിഫിക് സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇത് വേൾഡ് വൈഡ്. ഇതിപ്പോ ഏത് കൺട്രി എടുത്താലും ഇത് ഒരേ ഫീച്ചറാണ് വരിക. ഫീച്ചർ സെയിം ആയിരിക്കും. ടോപ്പ് എൻഡ് വരില്ല. ഓക്കെ, ഈ 350 ആണ് 2010 മോഡൽ. ഓക്കെ, എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് മാറ്റിയാണ്. ഇതിന്റെ ഡിക്കിൽ തന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഗ്ലാസ് ക്രാക്ക് ആയിരുന്നു. അതിന്റെ ഫോട്ടോ കാര്യങ്ങളുണ്ട്. ഡിക്കിൽ വെച്ചിട്ടുണ്ട്. ഡിക്കിൽ ഗ്ലാസ് ഉണ്ട് ഒറിജിനൽ. എടുത്ത് മാറ്റിയാണ്. ഓക്കെ ഓക്കെ, ഫോട്ടോ എത്ര കാണിക്കുന്നത്? ഇത് 85. ഇതൊക്കെ ജെന്യൂനിറ്റി നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് ഒരു 8-9 മൈലേജ് മാക്സിമം പ്രതീക്ഷിക്കാം. അങ്ങനെ എടുക്കൂല ഇങ്ങനത്തെ വണ്ടിയൊന്നും, ഒരു ആഗ്രഹത്തിന് കൊണ്ട് നടക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 6.5 ലക്ഷത്തിന് കൊടുക്കാം. NOC ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം ഒരു 50-55 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 7-7-5 ഒക്കെ കണ്ടാൽ മൊത്തത്തിൽ കേരള നമ്പർ ആയി കഴിഞ്ഞു. 2010 ബെൻസ് 350 ആണ്. ഈ 350 ആണ്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകും. അടുത്ത വണ്ടിയിലേക്ക് പോകും. വീണ്ടും കേരള നമ്പറായ വാഹനം വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ C ക്ലാസിന്റെ C200 കംപ്രസർ ടൈപ്പാണ്. കംപ്രസർ എഞ്ചിനാണ് വരുന്നത്. അതിനുശേഷമാണ് CGI വന്നത്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2009 ആണ്. കേരള നമ്പറാക്കി ടാക്സ് ഒക്കെ അടിച്ച് 5 വർഷത്തെ പേപ്പറോട് കൂടി കൊടുക്കണം. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാങ്ങുന്നത്. പിന്നെ വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പക്ഷേ ഒറിജിനൽ മെർസിഡീസിൽ നിന്ന് മാറിയതാണ്. കമ്പനി ഗ്ലാസ് ആണ്. അപ്പോൾ 2029 വരെ പേപ്പറുള്ള C200 അല്ല? ഓക്കെ, കംപ്രസർ. ഈ ഒരു ക്ലെയിം മാത്രമേ ഉള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 5.5 കൊടുക്കാം.
5.5 ലക്ഷത്തിന്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ അല്ല മാറി കഴിഞ്ഞു 5 വർഷത്തെ വാലിഡേറ്റ് നമ്പറായി KL 10 കഴിഞ്ഞു. ടാക്സോ കസ്റ്റമർക്ക് ഒന്നും അറിയണ്ട. ഒന്നും അറിയണ്ട. നോർമൽ സർവീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓയിൽ സർവീസ് കാര്യങ്ങൾ മൊത്തം ചെക്കപ്പ് ഒക്കെ വലിയ മെയിൻ്റെനൻസും വരില്ല ഇതിങ്ങനെ ഓടിച്ചു പോകുന്നു. അപ്പോൾ നമ്പറായി കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു E250 ആണ്. ബ്ലാക്ക് കളറാണിത്. ഇത്ര നേരം വൈറ്റ് ആണ് അല്ലേ? വൈറ്റ് ആണ്. എങ്ങനെ ഇത് കാര്യങ്ങൾ? ഇത് 2014 ഡിസംബർ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. ഓക്കെ, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഗ്ലാസ് മാറിയിട്ടുണ്ട്, പക്ഷേ കമ്പനിയിൽ നിന്ന് മാറി സർവീസ് റെക്കോർഡുള്ള റീപ്ലേസ്മെന്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് അല്ല, സർവീസിലുണ്ട്. സെക്കൻഡ് ഓണറാണ് വണ്ടി. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 92,000 2014 വാഹനമാണ്. എത്രയാ ചോദിക്കുന്നത്? ഇത് നമുക്ക് 12,80,000 NOC ഇല്ല. ഇങ്ങോട്ടേക്ക് മാറണ ഒരു 3 ലക്ഷം കാണാം. 3-3.5 ഉള്ളിൽ 3-3.5 ഏകദേശം കാണാം. 12,80 ചോദ്യം വരുന്നത്. 2014 E250 ആണ്. ഒരു 16-17 റേഞ്ച് മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഇല്ല, ഒരു വർക്ക് പെൻഡിങ്. ഇത് സർവീസ് ചെയ്താൽ പോലെ തന്നെ സർവീസ് ചെയ്താണ്. ഓക്കെ, നമ്മൾ മെർസിഡസ് ബെൻസ് തുടങ്ങി BMW അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് BMW 320D ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2016 ആണ്. ഓക്കെ, പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ്. നോ റീപ്ലേസ്മെന്റ് ആണ്. നോ റീപെയിന്റ്. ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ, ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഗ്ലാസ് അതേ വർഷത്തിലെ. പിന്നെ സർവീസ് റെക്കോർഡും അതേമാതിരി 2023 ഓഗസ്റ്റ് വരെ. എത്ര ഓടി? ഇത് 83,000 കിലോമീറ്റർ. 2016 83,000 ഓടിയ ടോപ്പ് എൻഡ് 320D ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കേരളം ഒന്നും ആയില്ലല്ലോ? ആയിട്ടില്ല. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഒരു 17-19 റേഞ്ച് മൈലേജ് എനിക്കറിയുള്ളൊരു ടൈപ്പ് മോഡൽ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇതന്നെ 16 ആയതുകൊണ്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്യല് കാരണം ഇതിന് തന്നെ അത്യാവശ്യം വില ഉണ്ടാവും. പിന്നെ കൺവേർട്ടും കൂടി വരുമ്പോഴേ. ഓക്കെ, പക്ഷെ വേണമെങ്കിൽ ചെയ്യാവുന്ന മോഡലാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 14,25 NOC അല്ലേ? 2016 മോഡലാണ് 320D. 14,25 മാറണമെങ്കിൽ ഇത് മാറണമെങ്കിൽ ഒരു 3.5 ലക്ഷം 4 ലക്ഷം വരെ നമുക്ക് കാണേണ്ടി വരും. 4 ലക്ഷം വരെ ഏകദേശം കാണും. 16 ആണല്ലോ. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് കിട്ടുന്ന, മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഒരു സീരീസിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. അതെ, കുറവാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തൽക്കാലം എന്താണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റി കൂടുതൽ അറിയാണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഇവിടെ വേറെയും വാഹനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മറന്നു പോകണ്ട, ആ നമ്പറിലേക്ക് വിളിക്കുക. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ അറവങ്കരയാണ് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ അറവങ്കര അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി. അജ്മൽ ബൈ, താങ്ക്സ്, ബൈ.